ഹരിത മുൻ നേതാക്കൾക്ക് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹിത്വം നൽകിയതിനെതിരെ രൂക്ഷ വിമർശനവുമായി വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നൂർബിന റാഷിദ്. പാർട്ടിക്ക് മാപ്പെഴുതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ ഹരിത നേതാക്കളെ തിരിച്ചെടുത്തതെന്ന് നൂർബിന റഷീദ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. തലയിലിരിക്കുന്ന ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുകൾ വലിച്ചെറിയാൻ ഇനിയെങ്കിലും അവർക്ക് കഴിയണമെന്നും ഫേസ്ബുക്കിൽ നൂർബിന പറയുന്നു. ഹരിത വിവാദത്തിൽ നടപടി നേരിട്ടിരുന്ന ഫാത്തിമ തഹ്ലിയ, നജ്മ തബഷീറ, മുഫീദ തസ്നി എന്നിവർക്കെതിരായ നടപടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലീഗ് നേതൃത്വം മരവിപ്പിച്ചിരുന്നു. തുടർന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇടപെട്ട് കഴിഞ്ഞ ദിവസം ഇവർക്ക് മുസ്ലിം യൂത്ത് ലീഗിൽ ഭാരവാഹിത്വവും നൽകി. മുഫീദ തസ്നിയെ യൂത്ത് ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റായും, നജ്മ തബഷീറയെ ദേശീയ സെക്രട്ടറിയായും, ഫാത്തിമ തഹ്ലിയയെ സംസ്ഥാന സെക്രട്ടറിയുമായാണ് നിയമിച്ചത്. ഈ നിയമനത്തിനെതിരെ ലീഗിനകത്തെ ഒരു വിഭാഗത്തിന് കടുത്ത എതിർപ്പുണ്ടായിരുന്നു. എന്നാൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ തീരുമാനമായതിനാൽ ആരും പരസ്യമായി രംഗത്ത് വന്നിരുന്നില്ല. അതിനിടെയാണ് ഹരിത മുൻ നേതാക്കൾക്ക് പദവി നൽകിയതിലുള്ള നീരസം പ്രകടിപ്പിച്ച് നൂർബിന റഷീദ് ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്ത് വന്നത്. പാർട്ടി ധിക്കരിച്ച് വനിതാ കമ്മീഷന് നൽകിയ കേസ് പിൻവലിച്ചതിന് ശേഷമാണ് മൂന്നുപേരും ഭാരവാഹിത്വത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നതെന്ന് നൂർബിന റഷീദ് പറയുന്നു. ഹരിത വിവാദം പാർട്ടിക്കുണ്ടാക്കിയ പരിക്ക് വളരെ ഗുരുതരമാണ്. ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകരെയും സ്ത്രീവിരുദ്ധരായും വികല കാഴ്ചപ്പാടുകാരായും അവതരിപ്പിച്ച ആ പെൺകുട്ടികൾ ഇപ്പോഴും ഇതെല്ലാം ആ പോരാട്ടത്തിന്റെ ഭാഗമാണ് എന്നാണ് ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. താലിബാൻ ലീഗ് എന്ന് തലക്കെട്ടെഴുതി മാധ്യമങ്ങൾ കൊഴുപ്പിച്ചെടുത്ത ചർച്ചകൾക്ക് മുൻപിൽ ശിരസ്സു കുനിക്കേണ്ടി വന്ന ലക്ഷക്കണക്കായ പാർട്ടി പ്രവർത്തകരെ കുറിച്ച് ഇനിയെങ്കിലും അവർ ചിന്തിക്കണമെന്നും നൂർബിന ഓർമ്മിപ്പിക്കുന്നു. മുസ്ലിം സ്ത്രീകളെ രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവന്നതിൽ 30 വർഷമായി പ്രവർത്തിക്കുന്ന വനിതാ ലീഗിന്റെ പങ്ക് കണ്ടില്ലെന്ന് നടിക്കുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിന് തുല്യമാണെന്നും നൂർബിന റഷീദ് വ്യക്തമാക്കുന്നുണ്ട്. ഹരിത മുൻ നേതാക്കൾക്ക് പദവി നൽകിയതിലുള്ള എതിർപ്പാണ് ഇപ്പോൾ മറനീക്കി പുറത്തുവരുന്നത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.